എന്നും നമ്മൾ ഒരേ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ അല്ല ഉണ്ടാക്കുന്നത്. ഇന്ന് കുറച്ചൊരു നാടൻ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കഴുകിയതിലോട്ട് നമുക്ക് എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കാശ്മീരി മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് കാന്താരി മുളക് ആവശ്യമുണ്ട്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചെറിയ തോതിലൊന്ന് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം, ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്തത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ മസാല വെച്ചിട്ട് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കുക. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല പച്ചരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മൈദയോ കോൺഫ്ലോറോ ഒന്നും ചേർക്കേണ്ട. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് ഒരു 1.5 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കുക. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം നമ്മളിത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ആദ്യം തന്നെ നമ്മൾ കറിവേപ്പില ഒരു 2-3-4 തണ്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിലോട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഈ ചിക്കനും ഇട്ട് കൊടുത്തുകൊണ്ട് ഫ്രൈ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കേട്ടോ. നമുക്കിത് ലഞ്ചിനും ഡിന്നറിനും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.